ഹലോ ഫ്രണ്ട്സ്, അനസ് മോനു വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും നീനാദരേ, ആകെയും കാരുണ്യം നൽകും പടച്ചോനെ. ചക്കക്കുരു വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കുന്നുണ്ട്. ചക്കക്കുരു നന്നാക്കി എടുക്കാനൊക്കെ മടിയുള്ളവർക്ക് കുക്കറിലൊന്ന് 2 വിസിൽ അടുപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തോലൊക്കെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇത് പുറന്തോല് കളഞ്ഞെടുത്തിട്ടുള്ള ചക്കക്കുരു ആണ്. പുറന്തോല് കളയാതെ നമുക്ക് പുറന്തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള ചക്കക്കുരു ആണ്. പുറന്തോല് കളയാതെയും നമുക്ക് ഈ രീതിയിൽ തന്നെ വറുത്തെടുക്കാം. വറുത്തെടുത്തതിന് ശേഷം തോല് റിമൂവ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തോലൊക്കെ റിമൂവ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഇവിടെ ചക്കക്കുരു കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം. ചക്കക്കുരു ചൂടാറി വരുന്ന ടൈം കൊണ്ട് ഇതിലേക്കുള്ള ബാക്കി അരപ്പ് കൂടി നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകാണ്. അപ്പോൾ വറ്റൽമുളക് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചുവന്നുള്ളിയും ഒരു വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് സ്വല്പം പുളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി തീയൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് സ്വല്പം തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ചക്കക്കുരു ഒന്നിട്ട് കൊടുക്കാം. ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. ഇപ്പോൾ ചക്കക്കുരു കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ, കൂടുതലായിട്ട് എരിവൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ടൈമിൽ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം.
അപ്പോൾ ചക്കക്കുരു വെച്ചിട്ടുള്ള വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇങ്ങനെ ചമ്മന്തി തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ചക്കക്കുരു വെച്ചിട്ടുള്ള ചമ്മന്തിയാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പം ഞാനിത് ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഈ രീതിയിൽ ചക്കക്കുരു വെച്ചിട്ട് ചമ്മന്തി തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് ചോറുണ്ണാൻ ഈ ഒരു ചമ്മന്തി മാത്രം മതിയാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്.